ഗുരുവായൂർ മത്സരിക്കുകയാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഒട്ടകം ഗോപാലകൃഷ്ണന് വിജയിച്ച് അതിപ്രശസ്തനാവാനും MLA ആവാനും ഒന്നും സാധ്യമല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം, ബാക്കിയുള്ളവർക്കുമൊക്കെ അറിയാം. സീറ്റ് പോലും BJP അവസാനം നിലവിളിച്ചങ്ങാണ്ട് കൊടുത്തത് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആദ്യം അവസാനം ഒന്നുമില്ലായിരുന്നു. കൊള്ളാവുന്ന MD രമേശിനെ പോലെയുള്ളവർക്ക് കൊടുത്തതുമില്ല. എന്തായാലും ഗോപാലകൃഷ്ണൻ അവിടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉള്ള ആർക്കും ഒരു പ്രാധാന്യവും ഒരു തിരിച്ചറിവും ഒന്നും ഗോപാലകൃഷ്ണനെ അറിയുന്ന പോലുമില്ല. പിന്നെ അറിയിപ്പിക്കാൻ പറ്റുന്ന മാർഗം നമ്മുടെ ഈ ഗാനമേള സ്ഥലത്തൊക്കെ വളരെ ശാന്തമായി നിന്ന് ഗാനം ആലപിക്കുന്നവർ കാണും. എന്നാൽ മറ്റ് ചില പാട്ടുകാർ കാണും ചാടി മറിഞ്ഞ് തുള്ളി തലകുത്തിയൊക്കെ. അപ്പം അതിലൊരു ബുദ്ധിയുള്ളത്, ഈ പാട്ടിൻ്റെ താളവും ലയവുമൊക്കെ ഇത്തിരി മാറിയാലും ഈ തുള്ളലിലൊക്കെ പിടിച്ചു നിന്ന് ആളുകൾ തിരിച്ചറിയും. അതുപോലെ ഗോപാലകൃഷ്ണനും വേറൊരു മാർഗവും നടക്കാത്തതുകൊണ്ട് ഈ പറയുന്ന ഒരു മാർഗത്തിലൂടെ അതിപ്രശസ്തനാവാൻ നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു കേസൊക്കെ കൊടുത്തപ്പോൾ കോടതി വളരെ കൃത്യമായ നിർദ്ദേശമൊക്കെ കൊടുത്തു, പെട്ടെന്ന് തന്നെ ഗോപാലകൃഷ്ണനെതിരെ നടപടിയെടുക്കണമെന്ന്. അപ്പം നമ്മുടെ ഇലക്ട്രൽ ഓഫീസർ പറഞ്ഞു 2 മാസത്തിനകം നടപടിയെടുക്കും. കാരണം ഇനിയിപ്പോൾ ഈ 9-ാം തീയതി ഇലക്ഷനും കഴിഞ്ഞ് 4-ാം തീയതി എണ്ണി കഴിഞ്ഞാൽ പിന്നെ ഗോപാലകൃഷ്ണനെതിരെ നടപടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ആളുകൾ നടപടിയെടുത്ത് ആ നടപടി തീർത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നിൽക്കുക. ഗോപാലകൃഷ്ണൻ ഇതൊക്കെയല്ലേ മത്തായി പറഞ്ഞതുപോലെയുള്ളൂ. അണ്ണൻ താണ്ട പുതിയൊരു ബോർഡുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആ ബോർഡ് എന്താണെന്ന് വെച്ചാൽ അണ്ണൻ പറയുന്നത് ഇത് മാറണം, 50 വർഷത്തെ അവഗണന ഇത് മാറണം, മാറ്റത്തിനായി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനെ, അഡ്വക്കേറ്റാണ്, നിയമം പഠിക്കുന്ന ആളും പാലിക്കുന്ന ആളും ഒക്കെയാണ്, അണ്ണൻ ഒരു ചായയും പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. എന്തുവാ മാറേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ കാണുന്നില്ലേ ഗുരുവായൂർ MLA മാർ 77-ൽ BVS തങ്ങൾ, 82-ൽ PKK ബാവ, 87-ൽ PKK ബാവ, 91-ൽ PM അബൂബക്കർ, 96-ൽ PT കുഞ്ഞുമുഹമ്മദ്, 2001-ൽ PKK ബാവ, 2006-ൽ KV അബ്ദുൽ ഖാദർ, 11-ൽ KV അബ്ദുൽ ഖാദർ, 16-ൽ KV അബ്ദുൽ ഖാദർ, 21-ൽ NK അക്ബർ. ഇനി 26-ൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഈ മാറണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ മാറണമെന്നാണ് എനിക്ക് മനസ്സിലായില്ല. ഇതുപോലെ അണ്ണൻ ഒരു ചായയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അണ്ണൻ്റെ കൂട്ട് ചായ കുടിച്ച് വന്ന് ബോർഡ് വെച്ച് പിരിയണം എന്നാണോ എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും അണ്ണൻ ഈ പേരുകളാണ് അസ്വസ്ഥമാക്കിയതെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അണ്ണനുമായി ഞാനൊരു ചലഞ്ച് ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, ഈ പേര് നമുക്ക് മാറ്റാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇതുപോലെ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലമുണ്ട്, അജ്മീർ ദർഗ, രാജസ്ഥാനിലാണ്. അജ്മീർ പള്ളിയിൽ ഇടയ്ക്ക് ഗോപാലകൃഷ്ണൻ്റെ പ്രധാനമന്ത്രിയൊക്കെ പോകാറുണ്ട്. ഇനി പള്ളിയുടെ പ്രാധാന്യം പറയുമ്പം ബാക്കി കുറച്ച് പുതിയ ആളുകളെല്ലാം കൂടെ വന്ന് പള്ളിക്ക് എന്തോ പ്രാധാന്യം, അത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ, അത് ഗോപാലകൃഷ്ണനോടാണ് പറയുന്നത്. ഖുർആാനും ഹദീസും ഒന്നും കൊണ്ട് ആരും വരരുത്. അജ്മീർ ദർഗ എന്ന് പറയുന്ന ഒരു ദർഗയുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികൾ ആരെല്ലാമാണെന്നൊന്ന് ഞാൻ പഠിച്ചു. ഈ അജ്മീർ ദർഗയിൽ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതാണ്. പ്രധാനമന്ത്രിയൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ 1957 മുതലുള്ള MLA മാരെ നോക്കിയപ്പോൾ അർജൻ ദാസ്, 62-ൽ ഭോമുൽ, 67-ൽ ഭഗവാൻ ദാസേ ഞങ്ങളുടെ അജ്മീർ ദർഗ ഉള്ളടുത്ത്, 72-ൽ കിഷൻ, 77-ൽ നവൽ റോയ്, 80-ൽ ഭഗവാൻ ദാസ് ശാസ്ത്രി, 85-ൽ കിഷൻ മൊത്വാനി, 90-ൽ ഹരീഷ് ജന്മനാനി, 93-ൽ കിഷൻ മൊത്വാനി, 98-ൽ കിഷൻ മൊത്വാനി, 2002 ബൈപ്പോളിൽ നാനാക് റാം ജഗത് റായ്, 2003-ൽ വസുദേവ് ദേവനാനി, പിന്നെ 2008-ൽ വസുദേവ് ദേവനാനി, 13-ൽ വസുദേവ് ദേവനാനി, 18-ൽ വസുദേവ് ദേവനാനി, 23-ലും വസുദേവ് ദേവനാനി. ഇവരാണ് അവിടുത്തെ MLA. ഇതുവരെ ഒരു അഹമ്മദ് കുഞ്ഞോ ഒരു അന്ത്രമാനോ ഒരു അലിയാർ കുഞ്ഞോ ഒന്നും ആയില്ല. ഒരു ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി പോലും ആയില്ല. അപ്പോൾ അണ്ണൻ മുൻകൈ എടുത്ത് അവിടെ ഒന്ന് മാറ്റി ഒരാളിനെ വെച്ചിട്ട് വരാമെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് കൂടാതെ അണ്ണനെ MLA ആക്കുന്ന, തെരഞ്ഞെടുപ്പിലിട്ട് അണ്ണൻ തോറ്റുപോകും, ആളുകളൊന്നും വോട്ട് ചെയ്യത്തില്ല. ഈ അണ്ണനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ജാതിയുടെ വക്താവായിട്ടാണല്ലോ അണ്ണൻ അവിടെ പോയി നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി മാത്രം പോയാന്നും പറഞ്ഞ് അവർ പോലും അണ്ണനെ മൈൻഡ് ചെയ്യത്തില്ല. ആകെയുള്ളൊരു പണി നടക്കുന്നത് ഈ അജ്മീർ പിടിച്ച് നമുക്ക് തരാമെങ്കിൽ അണ്ണന് ഞാൻ ഗുരുവായൂർ പിടിച്ച് തരാം. ഒരു കൈ നോക്ക്.